അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂർ ഫാത്തിമയും ഉസ്താദും പോയതിനു ശേഷം തലാൽ ഉമ്മയോട് പറയുന്നു, ഉമ്മ, സത്യം പറഞ്ഞാൽ അവർ പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ടെൻഷനാണല്ലേ. മോനെ, എന്തു ചെയ്യും? നമുക്ക് എന്ന് ഇവിടെ സ്ഥിരമായി നിൽക്കാൻ അവർക്ക് പറ്റില്ലല്ലോ. എനിക്ക് സന്തോഷമേ ഉള്ളൂ അവരിവിടെ നിൽക്കുന്നത്. പക്ഷേ അവർക്ക് അവരുടെ മാതാപിതാക്കളൊക്കെ നാട്ടിലല്ലേ, അവരെ കാണാഞ്ഞാൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പിടിച്ചു വെക്കുന്നത് ഒട്ടും ശരിയല്ല. അതുമാത്രമല്ല, നൂർ ഫാത്തിമ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. ഇവിടെയാവുമ്പോൾ അവൾ എൻ്റെ സ്വന്തം മോളെപ്പോലെയാണ്. അവൾക്ക് ആശ്രയമായി ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നാഫിയ ഉസ്താദിൻ്റെ ഭാര്യയായ സ്ഥിതിക്ക് അവർ പറയുന്നതനുസരിച്ചല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ തന്നെയായാലും പടച്ച റബ്ബിന് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അള്ളാഹു പറയുന്നുണ്ട്, സുജൂദ് ചെയ്യാൻ ഞാൻ മറ്റൊരാൾക്ക് കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് അവരുടെ ഭർത്താവിനായിരിക്കുമെന്ന്. അത്രക്കും കടപ്പാടുണ്ടല്ലോ. അപ്പോൾ നൂർ ഫാത്തിമയ്ക്ക് ഒരിക്കലും പോകാതിരിക്കാൻ പറ്റില്ല. അതുതന്നെയാണല്ലോ നല്ലതും. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. അള്ളാഹ് അവർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവരുതേ. നല്ല റാഹത്തോടെ അവർ ജീവിക്കട്ടെ. ഈ സമയം അവർ എത്തിയിട്ടുണ്ടാകും. എത്തിയാൽ വിളിക്കുവാൻ വേണ്ടി പറഞ്ഞിരുന്നു. എന്താ അറിയില്ല, അതോ ഇനി ഫ്ലൈറ്റ് എങ്ങാനും ലേറ്റായോ? നാട്ടിലൊക്കെ നല്ല മഴയാണല്ലോ, കേരളത്തിലൊക്കെ മഴയായത് കാരണം ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലേ എന്താന്നാവോ. സമയം കുറച്ച് വൈകിയിട്ടുണ്ട്. ടിക്കറ്റിലുള്ള ടൈം അറൈവൽ അതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്താന്നാവോ, മഴയായത് കാരണം ഒരു പക്ഷേ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. സാധാരണയായി ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് വിളിക്കേണ്ടതാണ്. എന്താണാവോ. മോനെ, ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഉമ്മ, അത് വേണ്ട. ചിലപ്പോൾ അവർ കസ്റ്റംസിൻ്റെ ആ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. ഒരുപക്ഷെ ഇറങ്ങുവാനുള്ള ടൈമായിരിക്കും. എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാം, അതായിരിക്കും നല്ലത്. തൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമയും ഉസ്താദും ഇപ്പോഴും എയർപോർട്ടിലാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം അറബിയുമ്മ അറിയുന്നേയില്ല. എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിക്കുന്നത് ഒന്നും അറിയുന്നില്ല. നൂർ ഫാത്തിമയാകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ഓരോ ഉദ്യോഗസ്ഥന്മാരോടും അവൾ മാറി മാറി ചോദിക്കും. പലരും അവളെ കളിയാക്കുന്ന രീതിയിൽ, പലരും അവളോട് കൂടുതൽ സ്നേഹം തോന്നുന്ന രീതിയിൽ. ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നല്ല സ്നേഹത്തിലാണ് എല്ലാവരും പെരുമാറുന്നത്. മോളെ എന്നൊക്കെ വിളിച്ചിട്ട്. പക്ഷേ നൂർ ഫാത്തിമക്ക് അതൊന്നും കണ്ണടച്ചങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പലരും റെസ്റ്റ് എടുക്കാനൊക്കെ വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ നാഫിക്ക് ഒന്ന് എത്തിയിരുന്നെങ്കിൽ. അവൾ ആ എയർപോർട്ടിനകത്തേക്ക് വീണ്ടും നോക്കി. തങ്ങൾ വന്ന ആ ഒരു ഭാഗത്തേക്ക് അതാ രണ്ടാമത്തെ ഫ്ലൈറ്റ് ഇറങ്ങുന്നു. രണ്ടാമത്തെ ഫ്ലൈറ്റിലുള്ള ആളുകളും അതാ ഓരോ ലഗേജുകൾ തള്ളിക്കൊണ്ട് വരുന്നു. നൂർ ഫാത്തിമ അവരെയെല്ലാം ആകാംക്ഷയോടെ നോക്കി. എൻ്റെ നാഫിക്ക് എവിടെ? അല്ലാ, എനിക്കെന്തോ സംഭവിക്കുന്നു. പഠിച്ച റബ്ബേ, ഞാനാകെ തളരുകയാണോ? എനിക്കറിയുന്നില്ല. ഓരോ ലഗേജ് ഉന്തിക്കൊണ്ട് വരുന്ന ഓരോ പ്രവാസികളെയും നൂർ ഫാത്തിമ മാറി മാറി നോക്കി. ഇല്ല, അതിലൊന്നും നാഫിക്കയില്ല. ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് മുക്കാലോളം മണിക്കൂർ കഴിഞ്ഞു. പഠിച്ചോനെ, അടുത്ത ഫ്ലൈറ്റിലെ ആളുകളും അതാ ഇറങ്ങിപ്പോയി തുടങ്ങിയിരിക്കുന്നു. എല്ലാവരും അവളെ നോക്കുന്നുണ്ട്. ഒരു ലഗേജിൻ്റെ അടുത്ത് ഒരു പെണ്ണ് തനിച്ച്. പലരും ചോദിക്കുന്നു, ഒറ്റയ്ക്കാണോ? ചിലർ ചോദിക്കുന്നു, ആരെ വെയിറ്റ് ചെയ്യാണ്? അങ്ങനെയൊക്കെ എല്ലാവരോടും ഓരോ മറുപടിയൊക്കെ പറഞ്ഞു മടുത്തു. അള്ളാഹുവേ, ഞാൻ എന്താണ് ചെയ്യുക? റഹ്മാനെ, ഇനിയും എനിക്ക് പരീക്ഷണങ്ങൾ നേരിടാൻ വയ്യ റബ്ബേ. എന്നെ നീ ഇനിയും പരീക്ഷിക്കല്ലേ റഹ്മാനെ. നൂർ ഫാത്തിമ കരളുരുകി പ്രാർത്ഥിച്ചു. തൻ്റെ ഉസ്താദിന് എന്തു പറ്റി? എന്ത് ചെക്കിങ്ങാണ് അവിടെ നടക്കുന്നത്? പലരോടും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആവശ്യമില്ലാത്ത വല്ല സാധനങ്ങളും നമ്മൾ ലഗേജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടും. പിന്നെ പുറത്ത് കാണില്ല അവരെ നേരിട്ട് പോലീസ് വന്ന് കൊണ്ടുപോവുമായിരിക്കും. അതൊക്കെ കേട്ടപ്പോൾ നൂർ ഫാത്തിമയുടെ കൈകാലുകൾ തളർന്നു. ഹേയ്, ഒരിക്കലുമില്ല. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഭർത്താവിനെ എങ്ങാനും ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരൂല ഒരിക്കലും. ഞാൻ കരഞ്ഞുകൊണ്ടാണ് ദുആ ചെയ്യുന്നത്. ആ ഹിജാബിനുള്ളിലൂടെ കണ്ണുനീർ നൂർ ഫാത്തിമയുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. എങ്ങോട്ട് പോകണം, എന്ത് പറയണം എന്നൊന്നും ഒരു പിടുത്തവുമില്ല. നൂർ ഫാത്തിമ ആകെ ടെൻഷനായിരിക്കുകയാണ്. എന്ത് ചെയ്യും? അള്ളാഹുവേ, ധൈര്യത്തോടെ മുന്നേറിയില്ലെങ്കിൽ
എന്തെങ്കിലുമൊക്കെ അപകടം എനിക്കും സംഭവിക്കും. ഇനിയൊന്നും പറയാനില്ല. നൂർ ഫാത്തിമ തൻ്റെ പാസ്പോർട്ട് കാണിച്ചുകൊണ്ട് അതാ ആ ഗേറ്റിനടുത്തുള്ള ആ പട്ടാളക്കാരൻ്റെ അടുക്കൽ കൊടുക്കുന്നു. എൻ്റെ ലഗേജ് ഒന്നിവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ, അതൊന്ന് എടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ഏത് ഫ്ലൈറ്റിനാണ് നിങ്ങൾ വന്നത്? ഫ്ലൈറ്റിൻ്റെ പേരടക്കം നൂർ ഫാത്തിമ പറഞ്ഞു കൊടുത്തു. ആ പോയിക്കോളൂ. അവളതാ അകത്തേക്ക് കയറുന്നു. അവളുടെ ആദ്യം നാഫി ഉസ്താദ് ഏൽപ്പിച്ച ലഗേജെല്ലാം പുറത്തിട്ടുകൊണ്ടാണ് പോകുന്നത്. അവൾ കരുതി അതെല്ലാം പോകണമെങ്കിൽ പോയിക്കോട്ടെ, എനിക്ക് വിഷയമല്ല, എനിക്കെൻ്റെ നാഫിക്കയാണ് വേണ്ടത്. സാധനങ്ങൾ ഇനിയും വാങ്ങാൻ കിട്ടും. പക്ഷേ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അവൾ ആ ഹാളിലെത്തിയപ്പോൾ അവിടെ ആകെ തൻ്റെ നാഫി ഉസ്താദിനെ തിരഞ്ഞു. ഇല്ല, ഇവിടെയൊന്നും ഇല്ലല്ലോ. അവൾ ഓരോ ഭാഗത്തേക്ക് തിരിഞ്ഞു. അവിടെ കസ്റ്റംസ് ചെക്കിങ്ങിൻ്റെ ആ ഭാഗത്തേക്ക് പോയി. അവിടെ ഒരുപാട് ലഗേജുകളുണ്ട്. അതെ, ഒരുപാട് പോലീസുകാരുമുണ്ട്. ഇതോടെ അവൾ അങ്ങോട്ട് പ്രവേശിച്ചു. എൻ്റെ ഒരു ലഗേജ് കിട്ടുവാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും തൻ്റെ ഭർത്താവിനെ തേടിയാണ് പോകുന്നത് എന്നുള്ള കാര്യം അവൾ പറഞ്ഞില്ല. അവൾ തൻ്റെ നിഖാബ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ആ ഹാളിലേക്ക് കയറിയത്. ഇതല്ലാതെ രക്ഷയില്ല. അല്ലാതെ എന്ത് ചെയ്യും? എൻ്റെ പ്രിയപ്പെട്ടവനെ രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റു വഴിയില്ല. അവൾ ധൈര്യത്തോടെ ഒരു ഓഫീസറെ സമീപിച്ചു. മിസ്സായ ലഗേജുകളെല്ലാം എവിടെയാണ് സർ? അത് ആ ഭാഗത്താണ്, അവിടെ ചെക്കിങ്ങും ഉണ്ടാവും. അവളുടെ മുഖം കണ്ടാൽ ആർക്കും എന്തും പറയാൻ തോന്നും. അവൾ പെട്ടെന്ന് തൻ്റെ നിഖാബ് താഴ്ത്തിയിട്ടു. എന്നിട്ട് ആ ഭാഗത്തേക്ക് ചെന്നപ്പോൾ അതാ തൻ്റെ പ്രിയപ്പെട്ട നാഫിക്ക അവിടെ ആകെ ടെൻഷനായി നിൽക്കുന്നു. ഒരു നിമിഷം അവൾ നാഫിക്ക എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോഴാണ് നാഫി ഉസ്താദിന് സമാധാനമായത്. പഠിച്ച റബ്ബേ, ഞാനാകെ ടെൻഷനായിരിക്കുമായിരുന്നു. എന്നെയാണെങ്കിൽ പുറത്തേക്ക് വിടുന്നുമില്ല. എൻ്റെ പെണ്ണാണെങ്കിൽ അവിടെ പുറത്ത്. നൂർ ഫാത്തിമ, നീ എങ്ങനെ? ഇതാരാണ്? അതിൽ ഒരാൾ ചോദിച്ചു. ഇതെൻ്റെ വൈഫാണ്. ആഹാ, ഇത് വൈഫാണല്ലേ? ഓഹ്, ഇത്രയ്ക്ക് സുന്ദരിയായ ഒരു വൈഫിനെ കിട്ടിയിട്ടുണ്ടല്ലോ. എന്നിട്ടാണോ ഇതൊക്കെ? സർ, എന്താണ്? നൂർ ഫാത്തിമ ധൈര്യത്തോടെ ചോദിച്ചു. അതെ, നിങ്ങളുടെ ലഗേജിൽ എന്തൊക്കെയോ കൊണ്ടുവരാൻ പറ്റാത്ത സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെക്കിങ്ങും കാര്യങ്ങളും മൊത്തത്തിൽ കഴിയാതെ ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അതാണ് ഓർഡർ. അത് കേട്ട് നൂർ ഫാത്തിമ ഞെട്ടിപ്പോയി. സർ, ഏത് ലഗേജാണത്? എനിക്കൊന്ന് കാണിച്ചു തരാമോ? അവൾ കുറച്ച് പക്വതയാർന്ന സ്ത്രീകൾ സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചു. ഞങ്ങൾ അങ്ങനെ ഒരു ലഗേജും കൊണ്ടുവന്നിട്ടില്ല. ഒന്ന് കാണിച്ചു തരണം. ഇതാണ് ചെക്ക് ചെയ്തപ്പോൾ അതിനുള്ളിൽ നിന്ന് പല ശബ്ദങ്ങളും കേട്ടത്. അതായത് എന്തൊക്കെയോ ഉണ്ട്. സ്വർണങ്ങളോ മയക്കുമരുന്നോ അതല്ലെങ്കിൽ വേറെ പലതും ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെയുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ മാഡം. അതായത് നിങ്ങളുടെ ലഗേജിൽ നിന്നും അങ്ങനെ ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾക്കത് പുറത്തു വിടാൻ പറ്റില്ല. അത് ചെക്കിങ്ങും കാര്യങ്ങളും മൊത്തം ശരീരം വരെ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അതെ, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക്, നിങ്ങളെ ചെക്ക് ചെയ്യേണ്ടി വരും. സർ, ചെക്ക് ചെയ്തോളും, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളുടെ ലഗേജ് ഏതാണെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരണം. ഇതാണ് നിങ്ങളുടെ ലഗേജ്. നൂർ ഫാത്തിമ അത് കണ്ട് ഞെട്ടി. ഉസ്താദിന് അതുവരെ ആ ലഗേജ് കാണിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു അവർ. ഹേയ്, ഒരിക്കലുമല്ല, ഇങ്ങനെയൊരു ലഗേജ് ഞങ്ങളതല്ല. ഞങ്ങളെ ലഗേജ് അതേ സെയിം തന്നെയാണ്. പുറത്ത് ഒരെണ്ണമുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കത് ഫോട്ടോ എടുത്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ഒരിക്കലും അത് ഞങ്ങളുടെ ലഗേജല്ല. അപ്പോൾ ഈ പേര് ആരുടേതാ? ഈ പേര് നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരാണല്ലോ. നാഫി എന്നാണല്ലോ ഇത് എഴുതിയിട്ടുള്ളത്. അതിൽ ഉള്ളിൽ വേറെ പലതും എന്തൊക്കെയോ ഉണ്ട് താനും. അതപ്പോൾ എങ്ങനെ പേരും അഡ്രസ്സൊക്കെ ഇത് കൊടുത്തത്? അപ്പോൾ നിങ്ങളിതല്ലാതെ വേറെ ആരുത്? സർ, ഒരിക്കലുമല്ല. ഞങ്ങൾ കൊണ്ടുവന്ന ഞങ്ങളുടെ 2 പെട്ടികൾ, അതായത് ഞങ്ങൾക്ക് ലഗേജ് തന്നത് ഒരിക്കലും ഞങ്ങളല്ല, ഞങ്ങളുടെ അറബിയുമ്മയാണ് തന്നിട്ടുള്ളത്. അതായത് നാഫിക്കയുടെയൊക്കെ ഹോണറായ അറബിയുമ്മ, അവരാണ് ഞങ്ങൾക്കത് റെഡിയാക്കി തന്നത്. ഞങ്ങളുടെ ലഗേജ് ഒരിക്കലും ഇതല്ല. പിന്നെ ഏതാണ് നിങ്ങളുടെ ലഗേജ്? നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരും അഡ്രസ്സുള്ള ലഗേജ് പിന്നെ നിങ്ങളതല്ലേ? എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത്? അതെ, ഒരിക്കലുമല്ല. പുറത്തു നിന്ന് ഞങ്ങൾ ലഗേജ് ഉണ്ട്. സംശയമെങ്കിൽ അത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് നോക്കാം. നൂർ ഫാത്തിമ വളരെയധികം ധൈര്യത്തോടെയാണ് അത് പറഞ്ഞത്. ശരിക്കും നൂർ ഫാത്തിമയുടെ ആ ഒരു ഉഷാറ് കണ്ടപ്പോൾ ഉസ്താദിന് തന്നെ അഭിമാനം തോന്നി. പഠിച്ച റബ്ബേ, എൻ്റെ പെണ്ണെ ഇങ്ങനെയൊക്കെ സംസാരിക്കോ? ഇത്രയ്ക്കും സ്മാർട്ടായി. അവൾ വീണ്ടും പറയുന്നു, സർ, ഒരിക്കലും ഇത് ഞങ്ങളുടെ ലഗേജല്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യണം. ഇവിടെ വെച്ച് തന്നെ ഓപ്പൺ ചെയ്ത് ഞങ്ങൾക്കിത് കാണണം. ഇതൊരിക്കലും ഞങ്ങളെ
ശരിയാണ്, പേരും അഡ്രസ്സൊക്കെ ഞങ്ങളല്ല, ഒരിക്കലും ഞങ്ങളിത് എഴുതിയതല്ല. നാഫിക്ക നോക്കൂ, ഇതാരുടെ കൈപ്പടയാണ്? ഒരിക്കലും നമ്മളുടെ അല്ലല്ലോ. അല്ല, ഒരിക്കലും ഇത് എൻ്റേതല്ല. ആരോ സർ, ആരോ നല്ലൊരു ചതിയിൽപ്പെടുത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരിക്കലും ഇത് ഞങ്ങളുടെ ലഗേജല്ല. അതുകൊണ്ട് പ്ലീസ് ഓപ്പൺ. അത് നിങ്ങൾ ഫുള്ളും തുറന്നു കാണിക്കണം ഞങ്ങൾക്ക്. കസ്റ്റംസിൻ്റെ ഭാഗത്തുള്ള പല ആളുകളും പല രീതിയിലും പരിഭ്രാന്തരായി. ചിലരാകട്ടെ സംശയിക്കുന്ന രീതിയിലും. എന്താണിപ്പോൾ ഇത്? സ്വന്തം അഡ്രസ്സിൽ വരുന്ന സാധനം അവരുടേതല്ല എന്ന് പറയാം. അതിൽ ഒരു വിഭാഗം പറഞ്ഞ് അതേ, പിടിക്കപ്പെടുമ്പോൾ അങ്ങനെയും അതിനപ്പുറമൊക്കെ പറയും. നൈസായി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ കോടികളുടെ ശേഖരം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണിത്, അല്ലാതെ മറ്റൊന്നുമല്ല. അതിൽ ചിലർ അങ്ങനെയും പറയുന്നു. ഒരിക്കലും നൂർ ഫാത്തിമ പറഞ്ഞു, ഹേയ്, ഒരിക്കലും ഞങ്ങളെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഓപ്പൺ ചെയ്തിട്ട് തെളിവുകൾ അടക്കമുണ്ടായി. ഇനി വേണമെങ്കിൽ ഇതെല്ലാം തന്നെ ഞങ്ങൾക്ക് തന്ന അവരെയും വിളിച്ച് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരും. അവരെന്തൊക്കെയാണ് തന്നി വിട്ടിട്ടുള്ളത് എന്ന് അവർ പറയും. ഒരിക്കലും ഞങ്ങളുടെ പെട്ടി ഇതല്ല, ഇതുപോലുള്ള മറ്റൊരു പെട്ടിയാണ് ഞങ്ങളുടേത്. അതിൽ ഒന്നിൽ നൂർ ഫാത്തിമ എന്ന പേരുള്ള അത് പുറത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നാഫിർ ഉസ്താദിൻ്റെത് മുഹമ്മദ് നാഫിർ എന്നാണ് അതിൽ പേര് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ഈ ഒരു രീതിയിലുള്ള അഡ്രസ്സല്ല. ഇത് എന്തോ ഒരു കെണിയാണ്. ഇങ്ങനെ ഒരു പെട്ടിയൊന്നും ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങൾ ശരിക്ക് കണ്ടതാണല്ലോ. അവിടെ മുതൽ ഇവിടെ വരെ എത്തിച്ചത് ഞങ്ങൾ തന്നെയാണ്. ഇതല്ല ഞങ്ങളിത് മാറിയിട്ടുണ്ട്. മാഡം, നിങ്ങൾ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ചെക്ക് ചെയ്യാതെ വിടാൻ പ്രയാസമാണ്. മുകളിൽ നിന്നുള്ള ഓർഡറാണ്, അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. സാറേ, നിരപരാധികളെ എങ്ങനെ ഒരിക്കലും പിടിച്ചു വെക്കുന്നത് ശരിയല്ല. എത്രയോ കൊള്ളക്കാർ കൊള്ള ലാഭങ്ങൾ ഇതിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്കല്ലെങ്കിൽ തന്നെ അവിടെ അറബ് നാട്ടിൽ ഇഷ്ടം പോലെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. അതെ, ഞാൻ വെറും കേരളക്കാരി മാത്രമാണെന്ന് കരുതണ്ട. ഞാൻ അവിടുത്തെ അറബിയുടെ ഒരു വളർത്തുപുത്രി കൂടിയാണ്. അത് മറക്കണ്ട. അത് മാത്രമല്ല, എനിക്ക് ഇവിടെ ഉള്ളതിനേക്കാൾ സ്വാധീനം അങ്ങ് അറേബ്യയിലുണ്ട്. പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇവിടെ പിടിച്ചു നിർത്തുവാൻ നോക്കിയാൽ അതിൻ്റെ യഥാർത്ഥം പുറത്തു വരാൻ അധികം സമയം വേണ്ടി വരില്ല. പിന്നെ നിങ്ങളെല്ലാവരും പെടുന്ന ഒരവസ്ഥയിലായിരിക്കും. തെറ്റിന് കൂട്ടു നിൽക്കാൻ പാടില്ല. അത് ആരൊക്കെ കൈക്കൂലി കൊടുത്ത് ചെയ്യിപ്പിച്ചതാണെങ്കിലും ശരി, നൂർ ഫാത്തിമക്ക് ശരിക്കും സംശയമുണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ ആരായിരിക്കും പ്രവർത്തിച്ചത് എന്നതിനെക്കുറിച്ച്. അപ്പോഴതാ നൂർ ഫാത്തിമയുടെ ഫോണിലേക്ക് റിങ് ചെയ്യുന്നു. നൂർ ഫാത്തിമയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ, അറബിയമ്മ. അറബിയമ്മയാണ്. ഹലോ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. സെയിൻ, അൽഹംദുലില്ലാ. ഇല്ല അറബിയമ്മ, ഞങ്ങൾ എയർപോർട്ടിൽ തന്നെയാണ്. അതെന്താ നൂർ ഫാത്തിമ, എന്തു പറ്റി? ലൈറ്റായല്ലോ, ഒരുപാട് സമയം, 1.25 മണിക്കൂറായല്ലോ ഫ്ലൈറ്റ് ഇറങ്ങേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ട്. എന്തു പറ്റി? അത് അറബിയമ്മ, ലഗേജ് മാറിപ്പോയി എന്നതിൻ്റെ പേരിൽ നാഫി ഉസ്താദിനെ ഇവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ആ ലഗേജിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ടെന്നോ, എന്തൊക്കെ ഡയമണ്ടോ സ്വർണ്ണോ മയക്കുമരുന്നോ അങ്ങനെ എന്തൊക്കെയോ കടത്താൻ പറ്റാത്ത കാര്യങ്ങൾ കടത്തി എന്നതിൻ്റെ പേരിൽ നാഫിക്ക് ഇവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ് അറബിയമ്മ. ഞാൻ എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാ, ഞാൻ തന്ന ലഗേജിൽ ഡയമണ്ടോ സ്വർണ്ണോ മയക്കുമരുന്നോ എന്തൊക്കെ സാധനങ്ങൾ അതിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളത് ബില്ലടക്കം CCTVയിലെ ദൃശ്യങ്ങളടക്കം ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് അയച്ചു തരാം, എത്രയും പെട്ടെന്ന്. എവിടെ? ആരാണ് ഈ ചതി ചെയ്തത്? നൂർ ഫാത്തിമ, അറിയില്ല അറബിയമ്മ, എനിക്കറിയില്ല. ഒരുപാട് സമയമായി ഞങ്ങൾ ഇവിടെ നിന്ന് വിഷമിപ്പിക്കുന്നു. ഞാൻ ഒരുപാട് സമയം പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ നാഫിക്ക് തിരിച്ച് ലഗേജ് എടുക്കാൻ വന്നപ്പോൾ കാണുന്നില്ല അവരെ. എന്താണ് സംഭവിച്ചത് ഒന്നും അറിയില്ല. ഒരിക്കലും അത് ഞങ്ങളുടെ ലഗേജുമല്ല. അറബിയമ്മക്ക് ദേഷ്യവും സങ്കടവും വന്നു. സുബ്ഹാനെ, പടച്ച റബ്ബേ, എന്തൊക്കെയാണ് കേൾക്കുന്നത്? അവർക്ക് സുഖമായൊരു യാത്രക്ക് പോലും അനുമതിയില്ലേ കേരളത്തിൽ? ഹേയ്, അതെ, അവിടെ നടക്കുള്ളൂ. ഇവിടെ അറബ് നാട്ടിൽ അത് നടക്കില്ല. ചതിയും വഞ്ചനയും ആണ് അവിടെയൊക്കെ മുഴുവനെന്ന് തോന്നുന്നു. അള്ളാഹുവേ, ഇനി എന്തു ചെയ്യും? ഒരിക്കലും ഇവിടെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ എയർപോർട്ടിലെത്തി കാര്യങ്ങൾ സംസാരിച്ച് റെഡിയാക്കിയിരുന്നു. പക്ഷേ ഇതിപ്പോൾ അവിടെ
മോളെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് അറബിയമ്മ ഫോൺ കട്ട് ചെയ്ത് പെട്ടെന്ന് ആ ഷോപ്പിലേക്ക് വിളിക്കുന്നു. ഷോപ്പിംഗ് മാളിലേക്ക് വിളിച്ച് സമയവും ഡേറ്റുമെല്ലാം പറഞ്ഞു കൊടുത്ത് ആ ടൈമിലെ CCTV ദൃശ്യങ്ങൾ അതാ അറബിയമ്മ അയച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതവർ ചെക്ക് ചെയ്ത് അപ്പോൾ തന്നെ അയച്ചു കൊടുത്തു. അത് പെട്ടെന്ന് തന്നെ അതാ നൂർ ഫാത്തിമയുടെ ഫോണിലേക്ക് ഉസ്താദിൻ്റെ ഫോണിലേക്കും അറബിയമ്മ അയക്കുന്നു. പിന്നീട് അവരുടെ ഉദ്യോഗസ്ഥരുടെ നമ്പർ വാങ്ങാൻ ആവശ്യപ്പെടുന്നു. അതെ, ഇതാ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ലഗേജിൽ എന്താണെന്നുള്ളത് ആ ഷോപ്പുകാരടക്കം അവിടെ നിന്ന് തന്നെയാണ് പാക്ക് വരെ ചെയ്തത്. ഞങ്ങളതൊന്നും ഞങ്ങൾ കൈ കടത്തിയിട്ടില്ല. പിന്നെ എന്താ നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കാൻ കാരണം? അതെ, ശരിക്ക് കറക്റ്റായിട്ട് ഈ സാധനങ്ങളാണ് ഞങ്ങളുടെ ലഗേജിലുണ്ടായിരുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഒന്നുമേ ഇല്ല. ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. മാഡം, എന്ത് ചെയ്യാൻ? ഇതിപ്പോൾ നിങ്ങളുടെ ലഗേജിൻ്റെ പേരിലാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനപ്പുറത്തേക്കായിട്ട് പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കേസ് കൊടുക്കാം. പക്ഷേ ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ നിർവഹിക്കുക തന്നെ വേണം. ഇയാളുടെ പേരിലുള്ള ആ ഒരു ലഗേജിൽ ഇന്ന സാധനങ്ങൾ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലുള്ള സാധനങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സിഗ്നലും കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് പുറത്തു വിടാൻ അനുവദനീയം അല്ല. ഓക്കെ, ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി പരാതി കൊടുക്കാം, കേസ് കൊടുക്കാം. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. ഡ്യൂട്ടി എന്ന് വെച്ചാൽ എല്ലാവരെയും നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും അവശ്യ വസ്തുക്കളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ പിടിച്ചു വെച്ച് ചെക്ക് ചെയ്യുക. അതാണ് അതിൻ്റെ നിയമം. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും. ഒരു പക്ഷേ ഇത്ര വലിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോഴേ, അതായത് പിന്നീട് പുറം ലോകം കാണാൻ വരെ പറ്റാത്ത രീതിയിൽ ഉള്ള ശിക്ഷകൾ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. നിയമത്തിന് തെറ്റായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. സാർ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ലഗേജ് ഒരിക്കലും ഇതല്ല എന്ന്. മാഡം, നിങ്ങളുടെ പേര് പിന്നെ ഇങ്ങനെ ഇതിൽ വന്നോ? നിങ്ങളല്ലാത്ത വേറൊരു വ്യക്തിയുടെ പേരിൽ ഇങ്ങനെ എന്തൊരു ലഗേജ് വരാൻ കാരണം? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ലഗേജ് 2 എണ്ണമാണ് ഉള്ളത്. അതിലുള്ള സാധനങ്ങളുടെ ഫുൾ ലിസ്റ്റ് വീഡിയോസ് അടക്കം ഇതിലേക്ക് നിങ്ങൾക്ക് ഞാൻ വിട്ട് അയച്ചു തന്നു. അതൊക്കെ ചെക്ക് ചെയ്താൽ അതെ, അതൊക്കെ ഓരോ കാരണങ്ങൾ മാത്രമാണ്. അതായത് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ ഇങ്ങനെ വല്ല പ്ലാനും തയ്യാറാക്കി വെക്കും എന്നത് ചോദിക്കുമ്പോൾ ഇതൊക്കെ അയച്ചു തരാനും തെളിവിനും വേണ്ടിയിട്ട്. അതൊക്കെ മോളെ ഞങ്ങൾ ഒരുപാട് കണ്ടതല്ലേ. ഉസ്താദിൻ്റെ ഭാര്യയുടെ ആ മുഖത്തേക്ക് ആ ഉദ്യോഗസ്ഥൻ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് അത് പറയുന്നത്. അത് കണ്ടപ്പോൾ ഉസ്താദിന് ദേഷ്യവും സങ്കടവും വരികയാണ്. ഹേയ് നൂർ ഫാത്തിമ, ഇങ്ങോട്ട് നില്ലേ. നൂർ ഫാത്തിമ അതാ ഉസ്താദിൻ്റെ അടുക്കിലേക്ക് നീങ്ങി നിൽക്കുന്നു. ഓഹോ, അപ്പോൾ 2 പേരും കൂടെ ഒത്തുകൊണ്ടുള്ള കളിയായിരിക്കില്ലേ? സാർ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ മാന്യമായി അന്തസ്സോടു കൂടി തന്നെയാണ് ഇവിടെ വന്നിറങ്ങിയത്. നിങ്ങൾ എന്തൊക്കെയോ ഓരോന്നുണ്ടാക്കി വെച്ചിട്ട് അത് ഞങ്ങളുടെ പേരിലിടുന്നത് ഒരിക്കലും ശരിയല്ല. അതിനെതിരെ ഞങ്ങൾ പരാതി കൊടുക്കും സാർ. ഒരിക്കലും ഞങ്ങൾക്കിതിൻ്റെ ആവശ്യമില്ല. എൻ്റെ പേരിൽ ആരാണ് കള്ളക്കളി കളിച്ചത് അതെനിക്കറിയണം. ഹേയ്, നിങ്ങളൊന്ന് അടങ്ങി നിൽക്കണം. അതായത് ഇവിടുത്തെ നിയമമാണ്, ഞങ്ങൾ പറയുള്ളൂ. ആരാണ് എഴുതിയതെന്നോ വരച്ചതെന്നോ അതൊന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങളുടെ പേരാണോ? ഓക്കെ, നിങ്ങളുടെ പേരിലുള്ള ആ ഒരു പെട്ടിക്കാണെങ്കിൽ അതിനുള്ള നടപടി എടുക്കും. അത് നിങ്ങളെ പേരിലായിരിക്കും. കാരണം നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിലൊക്കെയാണ് അതിലുള്ളത്. ഉസ്താദിനും ശരിക്കും മനസ്സിലായി, പഠിച്ചോനെ വലിയൊരു ചതിയിൽ പെട്ടിരിക്കുന്നു. ആരോ നല്ല രീതിയിൽ ചതിച്ചിരിക്കുന്നു. ഇത്രയ്ക്കും വലിയൊരു ചതി ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ അപ്പോഴേക്കും ഒരു ഉദ്യോഗസ്ഥൻ ഈ രീതിയിലുള്ള തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്താൽ പോലെ ഈ പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ട് ചെയ്യണോ? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതാണ് പലരുടെയും വിളവ്. അതായത് സ്ത്രീകൾ കൂടെ ഉണ്ടാകുമ്പോൾ ആരും ശ്രദ്ധിക്കില്ലല്ലോ. അതും ഗർഭിണിയായ ഒരു പെണ്ണാണെന്ന് തോന്നുന്നു അല്ലേ? അത് കേട്ടപ്പോൾ ഉസ്താദിനാകെ സങ്കടമോ ദേഷ്യമോ എന്തൊക്കെയോ വന്നു. അതിനെന്താ, എനിക്ക് എൻ്റെ ഭാര്യയെ പിന്നെ കൂടെ കൊണ്ടു നടക്കണ്ടേ? ഉസ്താദ് ധൈര്യമായി അങ്ങോട്ട് ചോദിച്ചു. അതല്ലേ പല കള്ളത്തരങ്ങളും നടത്തുന്നത് ഇങ്ങനെയാണ്. അതൊന്ന് ചെക്ക് ചെയ്താൽ വേറെ വല്ലതും അല്ല എന്ന് കരുതുന്നു. ഉസ്താദ് അയാളുടെ നേർക്കഥ വിരൽ ചുണ്ടുന്നു. ദേ, അനാവശ്യം പറയരുത്. സ്ത്രീകളെക്കുറിച്ച് എന്തും പറയാമെന്നാണോ? ഇതിനൊക്കെ ഓരോ വകുപ്പുണ്ട് കേട്ടോ, സൂക്ഷിച്ച് സംസാരിക്കണം.
അതിലാ ഉദ്യോഗസ്ഥൻ, പൊന്നു സാറേ, ഞാൻ ഒരു അനുഭവം പറഞ്ഞു എന്ന് മാത്രം, അങ്ങനെ പലരും പല കള്ളത്തരങ്ങളും ചെയ്യാറുണ്ട്. എന്തൊക്കെ തന്നെയാലും നിങ്ങൾ ചെയ്തതിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കാതെ ഇവിടുന്ന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്നതാ അവിടെ നിന്ന് ഒരാൾ അകത്തേക്ക് വരുന്നു. ഒരു നിമിഷം നൂർ ഫാത്തിമ ഞെട്ടിപ്പോയി. അവളുടെ നിഖാബ് അപ്പോഴേക്കും അവൾ താഴ്ത്തിയിട്ടിരുന്നു. അത് മറ്റാരുമല്ലായിരുന്നു, അതെ, താൻ ഏറ്റവും ഭയക്കുന്ന അവൻ, ആ മനാഫ്. പടച്ച റബ്ബേ, ഇയാൾ ഇവിടെയും എത്തിയോ? ഒരു നിമിഷം നൂർ ഫാത്തിമ ഞെട്ടിപ്പോയി. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.